നമസ്കാരം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടെ അദ്ദേഹം കളി തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പലവട്ടം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി മാത്രമല്ല, തമിഴ്നാടിന് വേണ്ടി കൂടി ചേർന്ന ഒരു മന്ത്രിയാണ് താൻ എന്ന് പലവട്ടം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണിപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്? തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷവും ഒപ്പം തന്നെ MP പദവിയും അതിനോടൊപ്പം ലഭിച്ച മന്ത്രിസ്ഥാനവുമൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിവിടെ ആരുടെ നെഞ്ചത്ത് ചവിട്ടി മുന്നോട്ട് പോകണമെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരേ ഒരാൾ സുരേഷ് ഗോപി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പിണറായിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് കരുവന്നൂരിൽ സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ നടക്കുന്നത്. നിക്ഷേപകരെ കേൾക്കുവാൻ, അവർക്കിടയിലേക്ക് ഇറങ്ങുവാൻ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നു. CPMൻ്റെ അടിവേര് തോണ്ടാൻ കരുവന്നൂർ തന്നെ ധാരാളമെന്നാണ്. കരുവന്നൂർ ബാങ്കിലെ എല്ലാ രേഖകളും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തണമെന്ന് തന്നെയാണ് യെച്ചൂരി പറയുന്നത്. തൃശ്ശൂരിൽ വമ്പൻ കളികൾക്ക് കളമൊരുങ്ങുകയാണ്. ED കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിൽ ഇറങ്ങുന്നു. കളി കണ്ട് ഗാലറിയിലിരുന്ന് കരയാനാണ് CPMൻ്റെ വിധി എന്നറിയാം. തട്ടിപ്പിനിരയായവർക്കിടയിലേക്കാണ് സുരേഷ് ഗോപി ഇറങ്ങുന്നത്. തന്നെ കൈവിടാത്ത തൃശ്ശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് CPMനെ ഇപ്പോൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി. കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ED ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളടക്കമുണ്ട്. അനധികൃത വായ്പ അനുവദിക്കുവാൻ P. രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM നേതാവിൻ്റെ തന്നെ മൊഴിയുണ്ട്. മന്ത്രി രാജീവ് നട്ടാണോ അണിയറയിൽ നീക്കമെന്നറിയില്ല. ഒരു വിക്കറ്റ് തെറിക്കാറായി എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് വീണ്ടും വർദ്ധിക്കും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുക്കും. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് ഉണ്ടായി തുടങ്ങും. CPMവുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപി കയറുകയാണ് മുന്നിലോട്ട്. കരുവന്നൂർ കേസിലാണ് ED തകർക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കാരണം സുരേഷ് ഗോപി ആരാണ് എന്ന് കേരളം അറിയാൻ പോകുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കരുവന്നൂരിൽ സാക്ഷാൽ യെച്ചൂരി അടക്കം നേരിട്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി അടങ്ങിയിരിക്കുവാൻ തയ്യാറല്ല എന്നുള്ള സൂചനകൾ വരുന്നു. CPMനിട്ട് പണിയാൻ കിട്ടുന്ന അവസരം കേന്ദ്രമന്ത്രി പാഴാക്കില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സുനിൽകുമാറിന് വേണ്ടി പ്രചാരണത്തിന് പോകാതെ നേതാക്കൾ പകുതിയിലേറെ മാറി നിന്നത് കരുവന്നൂർ പേടിച്ചു തന്നെയാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്നുള്ള ഭയം. ആ സമയത്ത് കരുവന്നൂർ പറഞ്ഞ് സുരേഷ് ഗോപി കത്തിക്കയറുകയും ചെയ്തു. നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്യാൻ പോകുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ മുൻപും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പാലിക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപി എന്ന് തൃശ്ശൂരുകാർക്ക് അറിയാമെന്ന് തെളിയിക്കുകയാണ്. മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയാണ്. ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ധാരാളം ഉപയോഗിക്കുകയും ചെയ്യും. അതിന് ഒരു സംശയമില്ല, തൃശ്ശൂരുകാർക്കും സംശയമില്ല. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് EDയുടെ വരവ്. അതോടുകൂടി സംരക്ഷണം അസാധ്യമായി. എവിടെ നിന്നെങ്കിലും കുറപ്പണം കരുവന്നൂരിലെത്തിച്ച് കുറേ പേർക്കെങ്കിലും നൽകി തലയുരുവാനുള്ള ഒരു ശ്രമത്തിന് പിന്നിൽ ആ ഭയമാണ് ഉള്ളത് എന്നുള്ളത്. പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. EDയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നുള്ള ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ED വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമാണുള്ളത്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് അവരെ ജോലി നൽകുന്നത് പോലും. അതിനാൽ തന്നെ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരുന്നു. എന്നാൽ ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ വില വിരിച്ചതോടുകൂടി നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സഖാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയിക്കാതിരിക്കുവാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങുന്നത്. ഇവിടെ തൃശ്ശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം EDക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് CPM അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ, സ്വജനപക്ഷപാതം, ഇങ്ങനെ CPMന് മേൽ ചാർത്തിക്കൊടുക്കുവാൻ ഇനിയും ഇതുപോലെ അനവധി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പിണറായിയുടെ ഒരു തറവേളയും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപി കളത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ ഈ തൃശ്ശൂർ തൻ്റെ സ്വന്തം തട്ടകമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ്. 77,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ ഒരു ജനത സുരേഷ് ഗോപിയെപ്പോലൊരാളെ അവിടുന്ന് വിജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ രാഷ്ട്രീയങ്ങൾക്കപ്പുറം
അവരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിഹരിക്കുന്നതിനുള്ള വലിയ ശ്രമം നടത്തുവാനാണ് സുരേഷ് ഗോപിയുടെ ശ്രമം. അതിന് തന്നെയാണ് ആദ്യത്തെ ഊന്നൽ നൽകുന്നത്. കരുവന്നൂരിലേക്ക് അദ്ദേഹം എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് കളി തുടങ്ങുകയാണ് സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി തന്നെ കരുവന്നൂരിൽ സുരേഷ് ഗോപി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, അതായത് നിക്ഷേപകർക്ക് ലഭിക്കേണ്ട പണം തിരികെ ഏത് വിധേനയും കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപിയുടെ മൈലേജ് വീണ്ടും വർദ്ധിക്കുമെന്നുള്ളതാണ്. സുരേഷ് ഗോപി ഒരു കരുവന്നൂരിൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് പറയപ്പെടുന്ന ഒരു നിയോജക മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഇവിടേക്ക് കൊണ്ടിറക്കിയ ആളുമല്ല. സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപി ഒരു തൃശ്ശൂരിലും കരുവന്നൂരിലും, ഈ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് കൃത്യമായി പണം നൽകിക്കഴിഞ്ഞാൽ അതോടുകൂടി സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന MP സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്യമൊന്നേ ഉള്ളൂ, കേരളത്തിൽ താമര വിരിയിക്കുക. കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പിൽ ഭരണപക്ഷ സീറ്റുകളിലില്ലെങ്കിൽ പ്രതിപക്ഷത്തിലെങ്കിലും ഇരിക്കുവാനുള്ള കരുത്ത് നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണിത്. കൂടിപ്പോയാൽ ഇപ്പോഴത്തെ 11 നിയോജക മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 20ഓളം വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തുമായിട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ പോലും ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ പാർട്ടി എടുക്കുന്നുണ്ട്. അതിന് പിന്നിൽ 6ഓ 7ഓ സീറ്റുകളിൽ വിജയിച്ചു കയറുവാൻ കഴിയുമെന്നുള്ള പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പാർട്ടി നടത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ കരുനീക്കങ്ങൾ ഇവിടെ കരുവന്നൂരിൽ നിന്ന് തുടങ്ങുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് കിട്ടുന്നത് പിണറായിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടിട്ടാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ CPM-നെ ചവിട്ടി മെതിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ കടന്നുകയറ്റം നടത്തുന്നു. BJP വളർച്ചയുടെ പാതയിലേക്ക് കേരളത്തിൽ ഉണ്ടാകുവാനുള്ള സൂചനകളാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം.